തേർഡ് ഐ കണക്ട് ചെയ്തിട്ട് നമ്മൾ ആർക്കേഞ്ചൽ മെട്രോണിന്റെ അടുത്ത് നിന്നാണ്. രണ്ട് വിധമുണ്ട്, താന്ത്രിക്കുണ്ട്, ഏഞ്ചലിക്കുണ്ട്. എന്തായിരുന്നു ആ ജന്മത്തിൽ ഞാൻ? ആരായിരുന്നു ഞാൻ? പുരുഷനോ സ്ത്രീയോ? പ്രകൃതിയിൽ പഞ്ചഭൂത എനർജിയിൽ നിൽക്കുന്നവരല്ലേ നമ്മൾ. ചില ജന്മങ്ങൾ വലിയ ട്രോമ ഫേസ് ചെയ്യേണ്ടി വരും. കർമ്മയിൽ ക്ലിയർ ചെയ്യാൻ പറ്റും. ഒരാളെ ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിലേക്ക് പ്രേരിപ്പിക്കുന്ന ഘടകം ചിത്രഗുപ്തന്റെ കണക്ക് പുസ്തകം. എന്തുകൊണ്ടാണ് ഈ ആകാശിക് റെക്കോർഡിനെ അങ്ങനെ പറയാൻ കാരണം? അതായത് ആകാശിക് റെക്കോർഡ് എന്ന് പറയുന്നത് വലിയൊരു സബ്ജക്റ്റ് ആട്ടോ, വളരെ വലിയൊരു സബ്ജക്റ്റാ. നമ്മളെന്ന് പറയുന്ന മനുഷ്യൻ, കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സോള് ക്യാരി ചെയ്യുന്ന ഈ ബോഡി ഈ ജന്മത്തിൽ നമ്മൾ സ്ത്രീ ആയിട്ടോ പുരുഷനായിട്ടോ ഒക്കെ ജനിക്കപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, നമ്മളുടെ ഈ സോള് തന്നെ നമ്മുടെ കർമ്മ ക്ലിയർ ചെയ്യാൻ വേണ്ടി റലത്തിൽ നിൽക്കുന്ന സമയത്ത് എന്താണോ കർമ്മയുടെ വ്യാപ്തി, കർമ്മയുടെ ഈസിനെസ്, അത് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു ശരീരമായിരിക്കും എടുക്കുന്നത്. അപ്പൊ എത്ര ജന്മങ്ങൾ എടുത്തു എന്നുള്ളത് അവിടെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ ആകാശിക് റെക്കോർഡ്സ് 100+ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ടാണ് നമ്മളത് കണ്ടുപിടിക്കുക. എത്ര ജന്മം? നമ്മള് ഇപ്പം കേട്ടത് വെച്ചിട്ട് 7 ജന്മം എന്നല്ലേ പറയാ? 7 ജന്മത്തിന് കൂടുതലുണ്ട്. ധാരാളം ധാരാളം. അപ്പൊ അതിൽ തന്നെ ഈ മനുഷ്യജന്മം തന്നെ വീണ്ടും വീണ്ടും കിട്ടും. മനുഷ്യജന്മം പുണ്യജന്മമാണ്. കർമ്മ അത്രമേൽ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടുന്ന ഒരു ജന്മം തന്നെയാണ് നമുക്ക് മനുഷ്യജന്മം എന്ന് പറയുന്നത്. നമ്മൾ നായയായിട്ടും നരിയായിട്ടും പുഴുവായിട്ടും ഒക്കെ നമ്മൾ ജനിക്കപ്പെടുന്നുണ്ട്. നിമിഷ നേരം കൊണ്ട് അവസാനിച്ചു പോകുന്ന ജന്മങ്ങളായിട്ട് ജനിക്കപ്പെടുന്നുണ്ട്. എക്സ്പീരിയൻസ് ചെയ്ത് ജീവിക്കേണ്ട ജന്മങ്ങളായിട്ടുണ്ട്. ഒറ്റപ്പെട്ട് ജീവിക്കേണ്ട ജന്മങ്ങളായിട്ട് ജനിക്കാറുണ്ട്. മൃഗങ്ങളായിട്ടൊക്കെ തന്നെ, ഇപ്പൊ ഒറ്റയാൻ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മളെ കണക്ട് ചെയ്തിരിക്കുന്ന ഈ ഫിസിക്കൽ ബോഡിയിൽ നമ്മൾ ഒരു ജന്മത്തിലേക്ക് വരുമ്പം മനുഷ്യനായിട്ട് തന്നെ എത്ര ജന്മം എടുത്തു, അല്ലെങ്കിൽ എത്ര ജന്മങ്ങൾ, ടോട്ടൽ എത്ര ജന്മങ്ങൾ എടുത്തു എന്നുള്ളത് മനുഷ്യജന്മത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് നോക്കിയിട്ടാണ് 100+ ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിൽ. ആ ക്വസ്റ്റ്യൻ ഓരോന്ന് ഫിൽ ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് നമ്മളൊരു ഇൻറ്റ്യൂഷനിലിരിക്കുമ്പോൾ തേർഡ് ഐ കണക്ട് ചെയ്തിട്ട് നമ്മൾ ആർക്കേഞ്ചൽ മെട്രോണിന്റെ അടുത്ത് നിന്നാണ് ഞാൻ ഏഞ്ചലിക് രീതിയിലാണ് ഞാൻ അതിനെ പരിശീലിക്കുന്നത്. അപ്പം രണ്ട് വിധമുണ്ട്, താന്ത്രിക്കുണ്ട്, ഏഞ്ചലിക്കുണ്ട്. ഞാൻ ഏഞ്ചലിക്കാണ് എടുക്കുന്നത്. ആർക്കേഞ്ചൽ മെട്രോൺ എന്ന് പറയുന്ന ആ ഒരു ഏഞ്ചലിനെ കണക്ട് ചെയ്തിട്ടാണ് നമ്മളൊരു ജസ്റ്റ് ഒരു ഹാലൂസിനേഷൻ മൈൻഡിൽ നമ്മളും പറയുന്ന ഈ ക്ലയന്റും ഉണ്ടായിരിക്കും. അത് വലിയ പ്രോസസ്സാണ്. ഒരു 3-4 മണിക്കൂർ എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അവിടെയാണ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും, ഈ വ്യക്തിത്വമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. എത്ര ജന്മം എടുത്തു, ആ ജന്മത്തിൽ എന്തായിരുന്നു എന്നുള്ളതൊക്കെ ഏകദേശം അവർക്ക് കാണാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയാണ് നമ്മളത് കണ്ടുപിടിക്കുന്നത്. എന്തായിരുന്നു ആ ജന്മത്തിൽ ഞാൻ? ആരായിരുന്നു ഞാൻ? പുരുഷനോ സ്ത്രീയോ മനുഷ്യനോ മൃഗമോ? എല്ലാം കണക്ട് ചെയ്യാം. പ്രകൃതിയിൽ പഞ്ചഭൂത എനർജിയിൽ നിൽക്കുന്നവരല്ലേ നമ്മള്. ഭൂമി, ആകാശം, വായു, ഫയർ, വാട്ടർ, അങ്ങനെ പഞ്ചഭൂത എനർജിയിൽ നിൽക്കുന്ന നമ്മളുടെ ശരീരത്തിലും പഞ്ചഭൂത എനർജി ഉണ്ട്. അപ്പൊ ഇതിനെ ലിങ്ക് ചെയ്ത് നിൽക്കുന്നതാണ്. ഈ ലിങ്ക് ചെയ്ത് നിൽക്കുന്ന അവസ്ഥയിൽ നമുക്കത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഓടി വന്നിട്ട് നമുക്ക് ആകാശിക് റെക്കോർഡ് എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നടക്കുന്ന കാര്യമില്ല കേട്ടോ. നമ്മളൊരു പുസ്തകം മറിച്ച് നോക്കി എടുക്കുന്ന പോലെയല്ല അത്. അതിന് ഒരുപാട് തലങ്ങളുണ്ട്, ഒരുപാട് സഞ്ചാരമുണ്ട്, ഒരുപാട് പ്രിപ്പറേഷൻ ഉണ്ട്, റെഡി ആവേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ട്, മാനസികമായിട്ടും ഒക്കെ. കാരണം ഈ ഹാലുസിനേഷൻ മൈൻഡിൽ പോയിട്ട് നമ്മളിത് എടുത്ത് ചില ജന്മങ്ങൾ വലിയ ട്രോമ ഫേസ് ചെയ്യേണ്ടി വരും. കാരണം അവരുടെ പാസ്റ്റ് ലൈഫിൽ അവർ ചെയ്ത കർമ്മ അത്രമേൽ കടുത്തതാണെങ്കിൽ ഈ ജന്മത്തിൽ നിൽക്കുമ്പോൾ അത് കൂടുതലും ബുദ്ധിമുട്ടുകൾ കൂടുതൽ സംഭവിക്കപ്പെടുന്ന സാഹചര്യങ്ങളിലാണ് അവർക്ക് എന്തുകൊണ്ടാണിത് ഈ ഒരു ലൂപ്പ് കറങ്ങി വീണ്ടും സംഭവിക്കുക, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ എത്ര ട്രൈ ചെയ്തിട്ടും നമുക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റുന്നില്ല. സാമ്പത്തികമായിട്ടും റിലേഷൻഷിപ്പിലാണെങ്കിലും 2, 3, 4 വിവാഹം കഴിച്ചിട്ട് വീണ്ടും ഇഷ്യൂസ് ഉണ്ടാവുന്നു, ഡിവോഴ്സ് ഉണ്ടാവുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന് ആ ലൂപ്പിൽ പെട്ട് കഴിയുമ്പോഴാണ് ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് നമ്മൾ അന്വേഷിക്കുന്നത്. അവിടെയാണ് ഈ പറയുന്ന ആകാശിക് റെക്കോർഡ് നമുക്കതിനൊരു കാര്യം പറഞ്ഞു തരും. ഒരു സൊല്യൂഷൻ അല്ല, നമ്മുടെ ജന്മത്തിൽ സംഭവിക്കപ്പെട്ട ഇത്തരം കാര്യങ്ങളുടെ ബാക്കിയാണ് ഈ ജന്മത്തിലെ കർമ്മ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ലൂപ്പിൽ പെട്ട് കറങ്ങുന്നത് എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട്. അത് ഓക്കെ, നമ്മൾ കഴിഞ്ഞ ജന്മത്തെ കുറിച്ച് അറിഞ്ഞത് കൊണ്ട് ഈ ജന്മത്തിൽ നമുക്ക് ഈ ജന്മത്തിലെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുമോ? കർമ്മയിൽ ക്ലിയർ ചെയ്യാൻ പറ്റും.
കർമ്മയുടെ ഈ വിഷയം ഇങ്ങനെ സംഭവിച്ചു, നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ച ആ ലേബൽ ചെയ്ത കുറച്ച് വിഷയങ്ങൾ നമ്മൾക്ക് സംഭവിക്കപ്പെടുകയാണ്. അങ്ങനെ സംഭവിക്കപ്പെടുന്ന സിറ്റുവേഷനിൽ എന്തുകൊണ്ട് എന്നുള്ളതിന്റെ ഒരു ആൻസർ അവിടെ കിട്ടുകയാണ്. അപ്പോൾ ആ ഒരു കർമ്മയെ ക്ലിയർ ചെയ്യുക. മനുഷ്യർ കർമ്മങ്ങൾ ചെയ്യും ധാരാളമായിട്ട്, നല്ലതും ചീത്തയുമായ നല്ല കർമ്മങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷേ ഇത് വീണ്ടും ആവർത്തി അഹംഭാവം പിടിഞ്ഞ് അഹംബോധത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വീണ്ടും ആവർത്തി കർമ്മങ്ങൾ ചെയ്താൽ വീണ്ടും വീണ്ടും നമ്മൾ ആ ലൂപ്പിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. ഒരാളെ വേദനിപ്പിക്കുക, ബുദ്ധിമുട്ടിക്കുക, ജീവൻ അപഹരിക്കുക എന്ന് പറയുന്നത് നമ്മൾ വെടിവെച്ച് കൊല്ലുകയോ കത്തിക്ക് കുത്തി കൊല്ലുകയോ ചെയ്യുക മാത്രമല്ല, ഒരാളെ ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിലേക്ക് പ്രേരിപ്പിക്കുന്ന ഘടകം. കൊലപാതകം ചെയ്യുന്ന ഒരു തലം വേറെ, അതിനപ്പുറത്തേക്ക് ഇതും ഒരു തരം മാനസികമായ കൊലപാതകം ചെയ്യുന്ന ഒരു അവസ്ഥ തന്നെയാണ്. ജീവൻ മരണ തുല്യമായിട്ട് ജീവിക്കുന്ന ഒരവസ്ഥ ഈ പറയുന്ന വിവാഹ ബന്ധങ്ങളിലാണെങ്കിലോ അല്ലെങ്കിൽ ലവ് അഫയേഴ്സിലൊക്കെ സംഭവിക്കപ്പെടുന്ന ഇത്തരത്തിലുള്ള അവസ്ഥ, ഒന്നില്ലെങ്കിൽ സ്ത്രീക്കോ അല്ലെങ്കിൽ പുരുഷനോ അല്ലെങ്കിൽ പെൺകുട്ടിക്കോ ആൺകുട്ടിക്കോ സംഭവിക്കപ്പെടുന്ന ഈ അവസ്ഥയും മരണതുല്യമായിട്ട് അവർക്ക് ആ ഒരു ട്രോമയിൽ നിന്ന് ആ ഒരു ബന്ധത്തിലെ അത്രയുമേൽ ഇഷ്ടപ്പെട്ട ആ ഒരു ട്രോമയിൽ നിന്ന് മാറി അവരുടെ ജീവിതത്തിലേക്ക് പോകാൻ പറ്റാത്ത സിറ്റുവേഷനും ഇവർ ചെയ്യുന്ന ഒരു കൊലപാതകം തന്നെയാണ്. കാരണം അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലല്ലോ, അതിൽ നിന്ന് വിട്ടു വരാൻ പറ്റുന്നില്ലല്ലോ. ചതി, വഞ്ചന, ഇതൊക്കെ ഇതിന് ഘടകമാണ്. ഈ അപ്പൊ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഇപ്പം കർമ്മ എന്ന് പറയുന്നത് ഇതില് കർമ്മയില് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ എങ്കിൽ ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ കർമ്മപരമായിട്ട് അത്ര നല്ല രീതിയിലല്ലാത്തവരാണ് ഏറ്റവും നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതെന്തുകൊണ്ടാ? യെസ്, ഇത് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കമന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഇതിനു മുമ്പ് ഇന്റർവ്യൂസ് ഞാൻ പോലും പലപ്പോഴും ചോദിച്ചിട്ടുള്ള കാര്യമാണ്. കാരണം ഒന്നും ചെയ്യാത്തവരാണ് എപ്പോഴും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം മറ്റുള്ളവരെ പറ്റിച്ചും ചതിച്ചും ഒക്കെ ജീവിക്കുന്നവർ അവരെന്നും ഹാപ്പി ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. അതായത് പണ്ടുള്ളവർ പറയുന്ന ഒരു ചൊല്ലുണ്ട്, ദുഷ്ടന ദൈവം പന പോലെ വളർത്തും എന്നുള്ളത്. ഓക്കെ, പക്ഷെ ആ പനയുമെന്ന് വീഴുന്നതോ പന ഒടിയുന്നതോ കാണുന്നില്ല. ആര് പറഞ്ഞു? നമ്മള് ഒരു ശിക്ഷ വിധിക്കപ്പെട്ട ഒരാള് സൈലന്റ് ആവാറുണ്ട്, റൈറ്റ്? നമ്മൾക്കിപ്പം അദ്ദേഹം ഒരു കുറ്റം ചെയ്തു, ശിക്ഷ വിധിച്ചു, ആള് സൈലന്റ് ആയിട്ടായിരിക്കും പിന്നെയുള്ള ആ ശിക്ഷ നടപ്പാക്കുന്ന കാലഘട്ടം വരെയുമുള്ള ജീവിതം ജീവിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടും ചില ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്, വളരെ റിസർവ്ഡ് ആണെന്ന് പറയും, അധികം സംസാരിക്കില്ല, ടോക്കറ്റീവ് അല്ല എന്നൊക്കെ പറയുന്ന, പക്ഷേ അവരുടെ കർമ്മ മുഖാന്തരം അവർക്ക് കഴിഞ്ഞ ജന്മത്തിൽ ശിക്ഷ വിധിക്കപ്പെട്ട് അനുഭവിക്കപ്പെട്ട ജന്മമായിരിക്കും കർമ്മ തീർക്കാൻ ഈ ജന്മത്തിലേക്ക് വരുന്നത്. അവരെവിടെയാണ് അധികമായിട്ട് സംസാരിക്കുന്നത്? അവർക്ക് സംസാരിക്കാൻ പറ്റില്ല, അവരുടെ സോള് വളരെ സൈലന്റ് ആയിരിക്കും. കർമ്മ തീർക്കുക എന്നുള്ളതാണ് അവർക്ക് ചെയ്യേണ്ടത് ഉത്തമമായ മാർഗം. അതുപോലെ തന്നെ ഈ പറയുന്ന ദുഷ്ടനെ പന പോലെ വളർത്തും, മറ്റുള്ളവരെ ബുദ്ധിമുട്ട് ഒരുപാട് അനുഭവിക്കേണ്ടി വരുമെന്ന് പറയുന്നത് ചിരിക്കാൻ കാരണം, ഈ ഒരു സബ്ജക്റ്റ് മറ്റൊരു ചാനലിൽ ഞാൻ സംസാരിച്ച സമയത്ത് അതിന്റെ താഴെ വന്നിരിക്കുന്ന ഒരു കമന്റിൽ ഏറ്റവും ഏറിയ പങ്കും ഇത്തരത്തിലുള്ള ഒരു കമന്റ് ചോദിക്കുന്നുണ്ട്. എന്താണത്, എന്തുകൊണ്ടാണ് അങ്ങനെ? ഇപ്പോഴും ഞങ്ങളെ ഉപദ്രവിച്ചവര് പന പോലെ വളരുന്നുണ്ട്, ഞങ്ങൾ കഷ്ടപ്പെടുകയാണ് എന്നുള്ളത്. ഒരുപാട് ഉയരത്തിൽ നിന്ന് വീഴുമ്പോൾ എന്താ സംഭവിക്കുക? ആഘാതം, എഴുന്നേൽക്കാൻ പറ്റില്ല. അപ്പം അത്രമേൽ ക്രൂരത ചെയ്യുന്നൊരു വ്യക്തി അദ്ദേഹത്തിന്റെ എക്സ്ട്രീം ചെയ്യട്ടെ, എവിടെ വരെയും പോകുമെന്ന് എനിക്കൊന്ന് കാണാം, എവിടെ വരെയും എറിഞ്ഞാൽ എത്തുമെന്നുള്ളത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള ഒരു നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ഒരു ഡിവൈൻ കണക്ട് ചെയ്യുന്ന ഒരു ശക്തിയുണ്ട്. ഈശ്വരൻ എന്ന് വിളിച്ചാലും, പ്രപഞ്ച ശക്തി എന്ന് വിളിച്ചാലും, യൂണിവേഴ്സ് എന്ന് വിളിച്ചാലും, ഭഗവാൻ എന്ന് പറഞ്ഞാലും, അള്ളാഹ് എന്ന് പറഞ്ഞാലും, ജീസസ് എന്ന് പറഞ്ഞാലും, കർത്താവ് എന്ന് പറഞ്ഞാൽ എന്തും ഏത് പേരിട്ട് നിങ്ങൾ വിളിച്ചോളൂ, നമ്മുടെ ഉള്ളിൽ കണക്ട് ചെയ്യുന്ന, പ്രപഞ്ചത്തിൽ നിന്നുള്ള ഒരു എനർജി കണക്ട് ചെയ്യുന്ന ഒരു ശക്തി നമ്മുടെ ഉള്ളിലുണ്ട്. ഈ ശക്തി തീർച്ചയായിട്ടും നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അത് പറയുമ്പോൾ ഏഞ്ചൽസിലേക്ക് കണക്ട് ചെയ്ത് നമ്മൾ പറയേണ്ടി വരും. റൈറ്റ്, ലെഫ്റ്റ്, ഫ്രണ്ടിൽ, ബാക്കിൽ 4 ഏഞ്ചൽസ് നമ്മൾ എപ്പോഴും സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മളുടെ നന്മതിന്മകൾ എഴുതുക, നമ്മുടെ ചെയ്തികൾ എഴുതുക, നമുക്ക് നെക്സ്റ്റ് എന്താണ് വരുന്നത്, എല്ലാത്തിനെ കുറിച്ചുമുള്ള ഒരു രേഖ അവരുടെ കയ്യിലുണ്ട്. അപ്പം അത്തരം കാര്യങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ വ്യക്തി മാക്സിമം ദുഷ്ടത്തരം ചെയ്യട്ടെ, അവനുള്ള ശിക്ഷ വടിയെടുക്കാൻ പോയിട്ടേ ഉള്ളൂ, അടി തുടങ്ങിയിട്ടില്ല എന്ന് പറയുന്ന ഒരു ചൊല്ലുണ്ടല്ലോ, ആ ഒരു അവസ്ഥയാ. അവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ അനേകം പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അത്രമേൽ അവർ ഉയർന്ന് അവസാനം ഒരു വീഴ്ച അവിടെ വന്നു കഴിയുമ്പോൾ പിന്നെ അവർക്ക് അവിടെ നിന്ന് എഴുന്നേക്കാൻ പറ്റാത്ത അത്രയും ആഘാതമായി പോകും അവരുടെ ജീവിതത്തിൽ. അവിടെ അപ്പം അവർ ചിന്തിക്കും, ഓ ഇത്രമേൽ ഞാൻ അവരോട് ചെയ്തു, അപരാധങ്ങൾ ചെയ്തു, ജീവൻ അപഹരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തികൾ ചെയ്തു,
അപവാദങ്ങൾ പറഞ്ഞു മറ്റുള്ളവരെ കുറിച്ച്, അറിവില്ലാത്ത കാര്യങ്ങളെ കുറിച്ചിട്ട് അവരെന്താണ്, ഏതാണ്, അവരുടെ ജീവിതത്തിന്റെ സർക്കംസ്റ്റാൻസസ് എന്താണ് എന്ന് മനസ്സിലാക്കാതെ അവരെ ഇങ്ങനെ അപവാദം പറയുകയും അവരുടെ കഷ്ടപ്പാടുകളെ വളരെ തമാശയായി കണ്ടുകൊണ്ട് പരീക്ഷണത്തിന് വിധേയമാക്കുന്ന രീതിയിൽ അവരോട് ഇടപെടുകയും ചെയ്യുന്ന വ്യക്തിത്വങ്ങൾ മനസ്സിലാക്കുക. കർമ്മ നിങ്ങളെ വിടില്ല, കർമ്മ വിടില്ല. വീണ് കഴിഞ്ഞാൽ അവിടെ പിന്നെ എഴുന്നേക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നിങ്ങളോട് പാപം ചെയ്യുന്നവര്, നിങ്ങളെ ഉപദ്രവിക്കുന്നവര് എന്താ പന പോലെ വളരുക എന്നുള്ളതിനുള്ള ആൻസർ കൂടിയാണിത്. ഒരു വീഴ്ച അവർക്കും ഉണ്ടാകും. അങ്ങനെ വീണമെന്ന് ആഗ്രഹിക്കേണ്ട. നമ്മൾ ചെയ്യുന്ന കർമ്മയിൽ നമ്മൾ ബാലൻസ് ചെയ്ത് പോവുക എന്നുള്ളത് മാത്രമാണ്. അവിടെ നമ്മൾ ഇന്ന ആളിങ്ങനെ സംഭവിക്കണം, അങ്ങനെ സംഭവിക്കണം, ഇതൊന്നും പറയാനുള്ള റൈറ്റ് നമുക്കില്ല. ഒരു പക്ഷേ നമ്മളെ അങ്ങനെ ഉപദ്രവിച്ച് ഉയരത്തിലേക്ക് പോകുന്നൊരു വ്യക്തിയെ നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ എവിടെയെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടാവുമോ? ക്വസ്റ്റ്യൻ അല്ലേ? പറയാൻ പറ്റില്ല നമുക്ക്. അതിന്റെ ബാക്കിയായിരിക്കും ഒരു പക്ഷേ ഈ ജന്മത്തിൽ വന്നിട്ട് തിരിച്ച് നമ്മളിലേക്ക് ആ ഉപദ്രവം വരുന്നത്. അങ്ങനെ ചിന്തിക്കുവാണെങ്കിൽ അവിടെയും ചാൻസ് ഉണ്ട്. അപ്പൊ ചോദിക്കും എല്ലാവരും അങ്ങനെയാണോ? നോ, നെവർ. എല്ലാവരും അങ്ങനെയല്ല. പക്ഷെ ആ ഉപദ്രവം ആവർത്തി വീണ്ടും സംഭവിക്കുമ്പോൾ ഈ പറയുന്ന അഹംഭാവത്തിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ അഹംഭാവം മാത്രമായിരിക്കും. അവിടെ അഹംബോധം വന്നിട്ട് ഇത് കർമ്മയാണ്, ഇതിന് ഞാൻ എൻ്റെ ഏറ്റവും എക്സ്ട്രീമായ ലെവലിൽ അതിനെ മനസ്സിലാക്കി ഞാൻ എൻ്റെ കർമ്മയിൽ ശുദ്ധീകരണം നടത്തുക, ഇനിയുള്ള ജീവിതത്തിലേക്ക് ഞാൻ സ്വസ്ഥമായി മുന്നോട്ട് പോവുക, ഞാൻ നിമിത്തം മറ്റൊരു കർമ്മ വലിച്ചു വെക്കാൻ നിൽക്കണ്ട എന്നുള്ളൊരു ബോധ്യവും ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് ലൈഫിനെ നല്ല രീതിയിൽ പ്ലാൻ ചെയ്യാൻ പറ്റും. നമ്മൾ ചിന്തിക്കുന്നതാണ് നമ്മുടെ ജീവിതം. നന്നായി ചിന്തിക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക, ഇന്നിൽ ചിന്തിക്കുക. ഇന്ന് ഹെൽത്തി ആയിരിക്കുന്നുണ്ടോ? താങ്ക്സ് ടു ഗോഡ്, താങ്ക്സ് ടു യൂണിവേഴ്സ്. അത് നമ്മുടെ ഫ്യൂച്ചറിനെ കണക്ട് ചെയ്യും. പലപ്പോഴും നമ്മൾ ഫ്യൂച്ചറിൽ ആശങ്കപ്പെട്ടിരിക്കുമ്പോൾ ആങ്സൈറ്റിയാണ് ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ. ഈ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക എന്ന് പറയുന്നതിനോട് മാം യോജിക്കുന്നുണ്ട്. എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുന്നത് കേട്ടോ. ഈ ഫ്യൂച്ചറിനെ കുറിച്ച് വളരെ ആകുലപ്പെട്ട് ആശങ്കപ്പെട്ട് എന്താവും, വാട്ട് ഇസ് നെക്സ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമൊക്കെ എനിക്കുണ്ടായിരുന്നു. ഈ തമാശ രൂപേണ വീട്ടില് ഞങ്ങളിങ്ങനെ പറയും, ചിലരെ നോക്കിക്കൊണ്ട് നമ്മൾ ശരിക്കും ടെൻഷൻ അടിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ചിലര് ഈ ഫിലിപ്പീൻസിന്റെ പോലെ ജീവിക്കുന്നേ. അവർക്ക് അന്ന് കിട്ടുന്നു, അന്ന് ജീവിക്കുന്നു, കഴിഞ്ഞു, നാളെ കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല. പക്ഷെ നമ്മളൊന്ന്, എന്നെ സംബന്ധിച്ച് എൻ്റെ ഫാമിലി അങ്ങനെയല്ല. നമ്മളെല്ലാം നാളത്തേക്ക് മാറ്റി വയ്ക്കുക. സിമ്പിളായ ഒരു എക്സാമ്പിൾ പറയട്ടെ. നമ്മുടെ വീട്ടില് കുറെ ബെഡ്ഷീറ്റ് ഉണ്ടാവും. ഏറ്റവും മോശം ബെഡ്ഷീറ്റ് എടുത്ത് വിരിച്ചിട്ടായിരിക്കും നമ്മൾ കിടക്കുന്നത്. നല്ല പാത്രങ്ങൾ ഉണ്ടാവും. ആ പാത്രങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ട് അരിക്ക് പൊട്ടിയതോ അല്ലെങ്കിൽ ആരുപയോഗിക്കാൻ പറ്റാത്ത അത് നമ്മൾ ഉപയോഗിക്കും. എന്തിനാ അങ്ങനെ ചെയ്യുന്നേ? സെൽഫ് ലവ് ഇല്ലാതെ എന്തിനാ ജീവിക്കുന്നേ? നിങ്ങൾ ഏറ്റവും നല്ല ബെഡ്ഷീറ്റും പില്ലോ കവർ ഉപയോഗിക്കൂ. അതിൽ വളരെ രാജകീയമായിട്ട് കിടക്കൂ. നിങ്ങൾ സ്നേഹിക്കൂ. നിങ്ങളുടെ ആ സോള് സ്ഥിതി ചെയ്യുന്ന ശരീരത്തെ നിങ്ങൾ സ്നേഹിക്കൂ. ഏറ്റവും നല്ല ഭക്ഷണങ്ങൾ കഴിക്കൂ. ഏറ്റവും നല്ല പാത്രങ്ങൾ ഉപയോഗിക്കൂ. ആർക്ക് വേണ്ടിയാ മാറ്റിവെക്കുന്നേ? നാളെ നിങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? വിശ്വസിക്കാൻ പറ്റുമോ? നമ്മൾ എപ്പോഴും ചിന്തിക്കുക, ഇന്നുണ്ട്, ഇന്നത്തെ ആ ലൈഫിന്റെ ഏറ്റവും മനോഹരമായ അവസ്ഥ എൻജോയ് ചെയ്യുക. നാളെ അതിലേറെ മനോഹരമാക്കാൻ നമുക്ക് സാധിക്കും. പകരം ഇന്ന് നമ്മൾ എൻജോയ് ചെയ്യില്ല, മാറ്റി വെക്കുകയാണ്. ജീവിതത്തിൽ ഒന്ന് ശ്രദ്ധിക്കുക. ഇന്നത്തെ കുട്ടികളോട് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, നമ്മൾ എന്തൊരു കാര്യം പറയുമ്പോഴും 5 മിനിറ്റ് 2 മിനിറ്റ്, ഇതൊരു മറ്റൊരു ടോപ്പിക്കാണ്, എന്നാൽ കൂടിയും എനിക്ക് ഇവിടെ അത് കോട്ട് ചെയ്യണം തോന്നി, ഇപ്പൊ ചെയ്യാം. അമ്മ എന്തെങ്കിലും കാര്യം പറയുമ്പോഴേ ഒരു 2 മിനിറ്റ് എന്നൊക്കെ പറയും. ഈ 2 മിനിറ്റ് 2 മണിക്കൂറായാലും അവർ ഇരിപ്പിടത്തിൽ നിന്ന് പരിപാടി, ആ ഇരിപ്പിടം കുഴിയും, ഇരുന്നിരുന്നിരുന്നിരുന്ന് ആ സെറ്റ് ഇരിപ്പിടം കുഴിയും. എന്നാലും അവർക്കത് 2 മിനിറ്റ് 5 മിനിറ്റ്, ഇന്ന് ധാരാളം പാരൻസ് എൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണത്. പക്ഷേ ഈ 2 മിനിറ്റ് 3 മിനിറ്റ് 5 മിനിറ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾ മാറ്റി വെക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ അബണ്ടൻസ് ആണ്, സമ്പത്തിനെയാണ്. സമ്പത്ത് എന്ന് പറയുമ്പോൾ പണം മാത്രമല്ല, സക്സസ് ഒരു വലിയൊരു സമ്പത്താണ്. ഇതിനെയാണ് നിങ്ങൾ ലാഗ് ചെയ്യിക്കുന്നത്. ഇത് യൂണിവേഴ്സിൽ ഒരു റൂൾ ഉണ്ട്. ലോ ഓഫ് അട്രാക്ഷനിൽ ഒരുപാട് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതിൽ ഒരു പ്രിൻസിപ്പിളിൽ പെടുന്നതാണ് ഈ നീക്കി വെക്കുന്ന കാര്യം.
നമ്മുടെ സക്സസിനെ ബാധിക്കും. അപ്പം എന്തൊരു കാര്യവും ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് മതി ആ ആൾക്ക് റിസീവ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു റോങ് ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ അവിടെ നടക്കും. ഇത് യൂണിവേഴ്സിലേക്ക് കണക്ട് ചെയ്യുമ്പം നമ്മൾക്ക് എല്ലാം കിട്ടുന്നത് ആ സഡൻ ആക്ഷനിൽ കിട്ടേണ്ട കാര്യങ്ങളെല്ലാം ലാഗ് ചെയ്തിട്ട് സംഭവിക്കപ്പെടും. ജീവിതം ലാഗ് ചെയ്ത് പോകും. നാളെ ചെയ്യേണ്ട കാര്യം ഇന്ന് ചെയ്യുക, ഇന്ന് ചെയ്യേണ്ട കാര്യം ഇപ്പോൾ ചെയ്യുക. എത്ര ബ്യൂട്ടിഫുള്ളാ. മാറ്റിവെക്കാതെ അല്ലേ, മാറ്റിവെക്കാതെ ഇന്ന് ചെയ്യേണ്ട കാര്യം ഇപ്പോൾ ചെയ്യുക. ഇപ്പോൾ എനിക്ക് അതിന് ഒരു ഐഡിയ വന്നു. കാരണം നമ്മൾ ഇപ്പൊ ചെയ്യണമെന്ന് തോന്നുന്നത് എന്തുകൊണ്ടാ? അതിൽ ഐഡിയ ജനിക്കുന്നത് കൊണ്ടാ. ആ ഐഡിയ നമ്മൾ 2 മിനിറ്റ് കഴിഞ്ഞ് മറന്നു പോകും. മനുഷ്യരാ നമ്മള്. അൺലിമിറ്റഡ് ആയ കഴിവുള്ള സ്പീഷ്യസ് ആണ് മനുഷ്യൻ. പക്ഷേ ലിമിറ്റഡ് ആയ മെമ്മറീസേ നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ദിവസത്തിൽ 24 hours എന്ന് പറയുന്ന ഒരു ദിവസത്തിൽ 60,000, 65,000, 70,000 വരെ ചിന്തകൾ നമ്മുടെ IQ ലെവൽ അനുസരിച്ച് ബ്രെയിനിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇതിൽ ലോപിച്ച് 10 ചിന്തകളും 5 ചിന്തകൾ നമ്മൾ പ്രാക്ടിക്കലി ചെയ്യാൻ നോക്കുകയും റിസൾട്ട് ഉണ്ടാക്കാൻ നോക്കുകയും 3 എണ്ണത്തിൽ വർക്ക് ചെയ്യും, 2 എണ്ണത്തിൽ റിസൾട്ട് കൊണ്ടുവരാൻ, ഒന്നിൽ നല്ല റിസൾട്ട് കൊണ്ടുവരാനും മറ്റൊന്നിൽ കുറച്ച് റിസൾട്ട് കൊണ്ടുവരാനും സാധിക്കുന്ന ഒരവസ്ഥയിൽ നിൽക്കുന്ന ലിമിറ്റഡ് ആയ ആളുകളാണ് നമ്മൾ. എന്നാൽ അൺലിമിറ്റഡ് ആയ പൊട്ടൻഷ്യലുള്ള സ്പീഷ്യസുമാണ്. അപ്പം എന്തിനാ നീക്കി വെക്കുന്നത്? ഈ സമയത്ത് നിങ്ങൾക്ക് കിട്ടിയ ഐഡിയ അതൊരു പക്ഷെ 2 മണിക്കൂർ കഴിയുമ്പോൾ ഇതേ പവർഫുൾ ആയിട്ട് ആ ഐഡിയ കിട്ടണം എന്നില്ല. അപ്പൊ ഇപ്പൊ തന്നെ ചെയ്തോളൂ. ഇത് രസാ അല്ലേ? ജീവിതത്തിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും പറ്റും. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന ആകാശിക് റെക്കോർഡ്സ് അവിടുന്ന് വേറെ രീതിയിൽ വേറെ രൂപത്തിൽ നമ്മൾ സഞ്ചരിച്ചു എന്നുള്ളതാണ്. അപ്പൊ തിരിച്ചു കറങ്ങി ആ വിഷയത്തിൽ തന്നെ വരുമ്പോൾ ആണ് നമുക്കത് ക്ലിയർ ആവുക. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് എക്സ്പീരിയൻസ് ഓരോ ജന്മത്തിൽ നിന്നും കൊണ്ടുവരുന്നതാ. ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ദേജാവ് കണക്ട് ചെയ്യാറുണ്ട്. ഇവിടെ ഞാൻ നേരത്തെ വന്നിട്ടുണ്ടല്ലോ, ഞാൻ ഇവിടെ എനിക്കറിയാം, ഈ സ്ഥലം എനിക്കറിയാം, ഈ വീട് എനിക്കറിയാം. ചില ആളുകളെ കാണുമ്പോൾ അയ്യോ എവിടെയോ വെച്ച് കണ്ട് പരിചയമുണ്ടല്ലോ. ഇത് നമ്മളെ ദേജാവ് കണക്ട് ചെയ്യുന്നതാ. നമ്മുടെ പാസ്റ്റ് ലൈഫിൽ സോൾ പർപ്പസിന്റെ ഭാഗമായിട്ട് നമുക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവാം. ഒരുപാട് ജന്മങ്ങൾ എടുക്കുന്നതല്ലേ. അപ്പൊ സോൾ കണക്ട് ചെയ്യുന്നുണ്ടല്ലോ, ധാരാളം ആളുകളെ കണക്ട് ചെയ്യുന്നുണ്ടല്ലോ. നമ്മൾ ആയിരക്കണക്കിന് സോൾ കണക്ഷൻ നമുക്ക് വരാറുണ്ട്. അപ്പൊ ചോദിക്കും, ഈ ട്വിൻ ഫ്ലെയിം എനർജി സോൾ ആയിട്ട് കണക്ട് ചെയ്യുന്നത് ഒക്കെ അത് വേറൊരു ഇത് തന്നെയാണ്. അപ്പൊ ഈ ട്വിൻ ഫ്ലെയിം എനർജി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ തന്നെ 2 പാതി, സ്ത്രീ ഈട എന്ന് പറയുന്നത് സ്ത്രീയും പിങ്കള എന്ന് പറയുന്ന പുരുഷോർജത്തിൽ നിന്നും വേർപെട്ട് വരുന്ന അത് വേറൊരു സബ്ജക്റ്റ്, അത് പിന്നീടാവാം. പക്ഷെ ഈ സോൾ കണക്ഷനുള്ള ആളുകളെ കാണുമ്പോൾ നമുക്കത് ദേജാവ് കണക്ട് ചെയ്യും, നമുക്ക് മനസ്സിലാവും. ഓ ഇത് എവിടെയോ കണ്ട് പരിചയമുണ്ട്. നമുക്ക് വ്യക്തമാവില്ല, ഇതിനെക്കുറിച്ച് അറിയില്ല എന്നുണ്ടെങ്കിൽ വ്യക്തമാവില്ല. പക്ഷെ ഇത്തരം കാര്യങ്ങൾ ഈ സ്പിരിച്വൽ വേയിൽ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ യെസ്, ഇത് ഏതോ പാസ്റ്റ് ലൈഫിലെ സോൾ കണക്ഷനുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഈ കണ്ടുമുട്ടിയത് എന്നുള്ളത്. അവിടേക്കാണ് ആകാശിക് റെക്കോർഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്.